റിവൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മെ മോട്ടിവേറ്റ് ചെയ്യുന്ന, ഒന്ന് ചിന്തിപ്പിക്കുന്ന, ചില തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരു ചെറിയ സന്ദേശം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ധാരാളം ചോദ്യങ്ങളുണ്ട്. മനുഷ്യർ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്, നമ്മളോട് തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. പക്ഷേ ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയണം. ഉദാഹരണം പറഞ്ഞാൽ, നാം റോഡിലൂടെ പോകുന്നു, നമ്മളെ ഒരു അപരിചിതൻ നമ്മളോട് ചോദ്യം ചോദിച്ചു. ന്യായമായി നമുക്ക് അതിനെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. ഒന്നുകിൽ ബസ്സിൻ്റെ ടൈം, അല്ലെങ്കിൽ ഈ സ്ഥലത്തെക്കുറിച്ച് ഒരു പുതിയൊരു സ്ട്രേഞ്ചറാണ്, ചിലപ്പം നമ്മൾ അവിടുത്തുകാരാണെന്ന് വെച്ചാൽ അഭിപ്രായങ്ങൾ ചോദിക്കും. എന്നാൽ റോഡിലൂടെ നാം പോകുമ്പോൾ വളരെ ബുദ്ധിമണ്ഡലം ഔട്ടായവരുണ്ട്. അതായത് തെരുവിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ചുമ്മാ സംസാരിക്കുന്നവർ. അപ്പം അവരോടൊക്കെ നമുക്ക് മറുപടി പറയാൻ നിൽക്കാനൊക്കത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ചോദിച്ചാൽ, ഏറ്റവും വലിയ കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ, നമ്മുടെ പാസ്റ്റ്, അതിന് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ പുറത്തുനിന്നല്ല, നമ്മുടെ അന്തരാത്മാവിൽ, നമ്മുടെ വേണമെങ്കിലിങ്ങനെ പറയാം, സബ് കോൺഷ്യസ് മൈൻഡിൽ അടിഞ്ഞു കിടക്കുന്ന പല ചോദ്യങ്ങൾ. അതിലൊന്നാണ്, എന്തായി നിൻ്റെ ജീവിതം ഇതുവരെ? നിനക്ക് എന്ത് സംഭവിച്ചു നിൻ്റെ ജീവിതത്തിൽ? നിനക്ക് ഇങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ ഇങ്ങനെ പറ്റത്തില്ലായിരുന്നു. ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ നമ്മളെ കുഴക്കിക്കളയും. അതിന് നമ്മൾ ശ്രദ്ധ കൊടുക്കുമ്പോൾ നമുക്ക് മുന്നേറാനായി കഴിയത്തില്ല. ഉദാഹരണം, ജീവിതത്തിൽ പരാജയപ്പെട്ടൊരു വ്യക്തിയാണെങ്കിൽ 60-ാമത്തെ വയസ്സിലല്ല 50 ആയാലും 70 ആണെങ്കിലും സാധ്യതകൾ ആരോഗ്യമുള്ളിടത്തോളം ആ വ്യക്തിയുടെ മുമ്പിലുണ്ട്. അപ്പോൾ ആ സാഹചര്യങ്ങളെ ഇഗ്നോർ ചെയ്യുക. വീണ്ടും ആ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നാൽ വ്യക്തമായി നമ്മുടെ ആന്തരാത്മാവിൽ നമുക്കതിന് മറുപടി പറയാൻ കഴിയും. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാനൊക്കത്തുള്ളൂ. പലരുടെയും ജീവിതങ്ങളിൽ ശ്രദ്ധിച്ചിട്ടില്ലേ, വേണ്ടവണ്ണം ഉയർച്ച പ്രാപിച്ചില്ല. നിങ്ങൾ നിങ്ങളുടെ ആ ജോലിയിൽ, നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഉയരാൻ കഴിഞ്ഞില്ല. ഈ ചോദ്യങ്ങളിൽ നമ്മൾ വ്യക്തമായി യെസ്, എനിക്ക് കഴിഞ്ഞില്ല എന്നുള്ള സത്യമാണ്. പക്ഷേ എൻ്റെ മുമ്പിൽ അവസരങ്ങൾ നിന്നു പോയിട്ടില്ല. ഇനി എൻ്റെ മുമ്പിൽ അവസരങ്ങളുണ്ട്. അല്ല, നിങ്ങൾ അല്പം കൂടെ ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ, നിങ്ങൾക്ക് അല്പം കൂടെ കെയർ ചെയ്തായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മേലെ നിങ്ങൾക്കൊരു വിജയം ലഭിക്കുമായിരുന്നല്ലോ. എന്നാൽ ആ ചോദ്യങ്ങളുടെ നടുവിൽ യെസ്, എനിക്ക് വേണ്ടവണ്ണം അതിൻ്റെ മേലെനിക്കൊരു വിജയം ലഭിച്ചില്ല, പക്ഷേ എൻ്റെ മുമ്പിൽ വീണ്ടും സാധ്യതകളുണ്ട്. എനിക്ക് വീണ്ടും ജയിച്ച് ആ അവസ്ഥയെ മുന്നേറാൻ കഴിയും. അങ്ങനെ നിങ്ങൾക്ക് വ്യക്തമായ ഒരു തീരുമാനം എടുത്ത്, വ്യക്തമായി നിങ്ങളുടെ ഹൃദയത്തിനകത്ത്, നിങ്ങളുടെ അന്തരാത്മാവിൽ തന്നെ നിങ്ങൾ അതിന് വ്യക്തമായ ഒരു മറുപടി നിങ്ങൾ പറയണം. ആ പറയുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ജയം. അവിടെ നിങ്ങൾക്ക് പറയാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ അടുത്തൊരു കാര്യം ചെയ്യാൻ കഴിയത്തില്ല. അവിടെ വ്യക്തതയോട്, നിങ്ങൾക്കറിയാം സംഭവിച്ചു പോയി, വേണം നമുക്ക് പറയാം, വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയി. യെസ്, സ്റ്റിൽ യു ഹാവ് ടൈം, സ്റ്റിൽ യു ഹാവ് ചാൻസസ്, സ്റ്റിൽ യു ഹാവ് ഓപ്പർച്യൂണിറ്റീസ് ടു ഓവർകം. അതാണ് എനിക്ക് പറയാനുള്ള സന്ദേശം. പക്ഷേ ആ ചോദ്യങ്ങളോട് നമ്മൾ മറുപടി പറഞ്ഞില്ലേ ഉണ്ടല്ലോ, വിശക്കുന്നത് കരഞ്ഞുകൊണ്ടിരിക്കും. അത് ഭക്ഷണം കൊടുക്കും വരെ കരഞ്ഞുകൊണ്ടിരിക്കും, നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യും. പറയണം, ബി ക്വയറ്റ്, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിരുന്നു, പക്ഷെ ഞാൻ ആ പഴയ ട്രാക്കിലല്ല, അല്ലെ ഞാൻ ആ പഴയ അവസ്ഥയിലല്ല ഞാൻ, അല്ലെ നീ ഉദ്ദേശിക്കുന്ന വ്യക്തിയല്ല ഞാൻ. രൂപാന്തരം എൻ്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞു, ഒരു പുതിയ മനുഷ്യനായി. വേദപുസ്തകപ്രകാരം പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായിരിക്കും. ഏത് സാഹചര്യങ്ങളോടും ഒരു പൊതുവായിട്ടൊരു മോട്ടിവേറ്റ് ചെയ്യുന്നൊരു സന്ദേശമായതുകൊണ്ട് ഞാൻ പൊതുവായി തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു വിഷയം. അവിടെ എനിക്ക് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. നമ്മളെ കോപം പിടിപ്പിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ
ഇനിയും എനിക്കങ്ങനെ ചെയ്യാനൊക്കത്തില്ല. നീ പണ്ട് കോപം വരുത്തി എന്നിലൂടെ പല തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ അതിവേഗം കൊണ്ട് പലതും സംഭവിച്ചു പോയി എൻ്റെ ജീവിതത്തിൽ. ചിലർ പറയും ഡിവോഴ്സ് വരെ, അല്ലേ? പലതരത്തിൽ കുഞ്ഞുങ്ങളും മാതാപിതാക്കളുമായി ബന്ധമില്ല, അതെല്ലാം കോപം കൊണ്ട് പെട്ടെന്നുള്ള തീരുമാനം. പക്ഷേ ഇന്ന് ഞാൻ നൗ ഐ കെയിം എ റൈറ്റ് പ്ലേസ് ആൻഡ് ഐ ആം ഏബിൾ ടു ടേക്ക് എ റൈറ്റ് ഡിസിഷൻ. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന നല്ലൊരു തീരുമാനം എടുക്കുന്ന ലെവലിലേക്ക് എൻ്റെ മനസ്സിനെ ഞാൻ ഒഴുകി കഴിഞ്ഞു. വളരെ പ്രാർത്ഥനയോട് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കെയർ ചെയ്യണത്. കാരണം അവിടെ പറയാൻ കഴിയാത്തത് കൊണ്ട് വിങ്ങലുകൾ, കുറ്റബോധം പലരും ചിന്തിക്കും. ഒരു മദ്യപാനത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ടൊരു വ്യക്തിയാണെങ്കിൽ ആ മദ്യപാന നിമിത്തം തനിക്ക് പണം നഷ്ടമായി, ആ മദ്യപാന നിമിത്തം തനിക്ക് കുടുംബബന്ധം നഷ്ടമായി, ആ മദ്യപാന നിമിത്തം തനിക്ക് കുഞ്ഞുങ്ങൾ നഷ്ടമായി. എന്നുവെച്ചാൽ മദ്യപാനം എന്ന് പറഞ്ഞാൽ നോർമൽ ഒരു കാര്യമല്ല ഞാൻ പറയുന്നത്, വേഴ്സായ ഒരു മണ്ഡലത്തിലേക്ക്. പക്ഷേ അദ്ദേഹം ഇന്ന് മാനസാന്തരപ്പെട്ടു, അദ്ദേഹം ആ സ്വഭാവത്തിൽ നിന്ന് പുറത്തു വന്നു. പക്ഷെ ഇന്നും അന്തരാത്മാവിൽ ചിലപ്പോൾ വ്യക്തികളിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ ഭാര്യയുടെ ആയിരിക്കാം, ചിലപ്പോൾ കുഞ്ഞുങ്ങളിലൂടെ ആയിരിക്കാം, അല്ല തൻ്റെ ഉള്ളിലാണ്. അതാണ് ഏറ്റവും പ്രശ്നം. മറ്റേ നാവുകളൊക്കെ കുറേ പറഞ്ഞവരൊക്കെ നിർത്തും. പക്ഷെ നമ്മുടെ ഉള്ളിൽ നീ തികഞ്ഞൊരു മദ്യപാനിയല്ല, നീ എന്തെല്ലാം അന്ന് കാട്ടിക്കൂട്ടി, നീ എന്തെല്ലാം ചെയ്തു, നീ എന്തെല്ലാം നഷ്ടങ്ങളുണ്ടാക്കി, അവിടെയെല്ലാം പറയാൻ കഴിയണം ഞാനൊരു പുതിയ മനുഷ്യനായി. കഴിഞ്ഞ എനിക്ക് നഷ്ടമാണ്, പക്ഷെ എനിക്കിന്നും വീണ്ടും എൻ്റെ മുമ്പിൽ അവസരങ്ങളുണ്ട് എന്ന് നിങ്ങളോട് തന്നെ, ആ ചോദ്യം ചോദിക്കുന്ന വ്യക്തിയോട് തന്നെ നിങ്ങൾ പറയുമ്പോൾ അവിടെയാണ് കുതിക്കാൻ കഴിയും. അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് വരാവുന്നൊരു കാര്യം, അയ്യോ എൻ്റെ ജീവിതത്തിൽ ഇനി ഇത്രയ്ക്കുള്ള സമയമുള്ളൂ, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ നല്ലതായിട്ട് ജീവിച്ചായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു അഡിക്ഷനിലേക്ക് പോയില്ലായിരുന്നെങ്കിൽ എൻ്റെ പണം നഷ്ടമാകത്തില്ല, അല്ലെങ്കിൽ എൻ്റെ ജോലി, അല്ലെങ്കിൽ പല ഉന്നതികളിൽ. നെവർ മൈൻഡ്. ഇനിയും നിങ്ങൾക്ക് അതിനെ ജയിക്കാൻ കഴിയുന്ന ഒരു കൃപ വേണമെങ്കിൽ, ഒരു ശക്തി, ഒരു ദൈവ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളപ്പോൾ പറയുകയാണ്, അന്ന് എനിക്കറിയത്തില്ലായിരുന്നു, ഞാൻ ബിക്കോസ് ഓഫ് മൈ ഇഗ്നറൻസ്, എനിക്ക് അറിയത്തില്ല ഞാൻ അങ്ങനെയൊക്കെ ആയി. പക്ഷെ ഇന്നെനിക്ക് പുതിയ തുടക്കം. അല്ലാതെ നിങ്ങൾ അതിന് കുറ്റബോധത്തോട്, പാപബോധത്തോട് അതിൽ നിങ്ങൾ പിന്തുടർന്ന, ഞങ്ങൾ എപ്പോഴും പറയും, ഗിൽറ്റി കോൺഷ്യസ് കൊണ്ടിരുന്നത് പൈശാചിക മണ്ഡലമാണ്, ഇരുട്ടിൻ്റെ മണ്ഡലമാണ്. കുറ്റബോധം കൊണ്ടിരുന്നത്, കുറ്റബോധം നിന്നെ മുമ്പോട്ട് നയിക്കത്തില്ല. നെവർ യു ക്യാൻ ഗോ എഹെഡ് ബൈ ഗിൽറ്റി കോൺഷ്യസ്, ബട്ട് കൺവിക്ഷൻ, പാപബോധം, കൺവിക്ഷൻ ഓഫ് സിൻ, തെറ്റുപറ്റിപ്പോയി, അത് നമ്മൾ റിപ്പൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. അങ്ങനെ പലരുടെ ജീവിതങ്ങളിൽ ഇങ്ങനെയൊക്കെ തെറ്റുപറ്റിയപ്പോൾ എനിക്ക് നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ കഴിച്ചു. പറഞ്ഞ് ഞാൻ ഭാര്യ ഒത്തിരി ഉപദ്രവിച്ചു, അല്ലെ ഭർത്താവിനെതിരെ ഞാൻ സംസാരിച്ചു, നല്ലൊരു കുടുംബജീവിതത്തിനെ കെട്ടിപ്പടക്കാൻ, ഇതെല്ലാം പറഞ്ഞ് അവരുടെ കടക്കുക. അങ്ങനെ കടക്കാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്, മുന്നേറാൻ. ആ ചോദ്യങ്ങൾക്കെല്ലാം ഇപ്പോൾ ശരീരത്തിന് എന്തൊരു പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾ അന്തരാൽ വന്നിയ രോഗിയാണ്, അത് ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നു പോകുന്നൊരു നീ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല, പറയണം, വ്യക്തമായിട്ട് പറയണം. ഞാൻ ആ ട്രീറ്റ്മെൻറ്റിലൂടെ പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവം എന്നെ സൗഖ്യമാക്കും. ആ വിശ്വാസത്തോടെ അതിനെ ഉടച്ചു കളയണം നിങ്ങൾ, അല്ലാതെ നിങ്ങൾക്ക് മുന്നേറാൻ കഴിയത്തില്ല. അതാണ് വേദപുസ്തകം പറയുന്നൊരു ഭാഗമുണ്ട്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ. റിന്യൂ യുവർ മൈൻഡ് അക്കോർഡിംഗ് ടു ദ വേർഡ്. റിന്യൂ യുവർ മൈൻഡ്, മനസ്സിനെ പുതുക്കണം. നമ്മുടെ ലോകപ്രകാരം നമ്മൾ ജീവിക്കുന്ന തലങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ പുതുക്കുമ്പോഴേ നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയത്തുള്ളൂ. വേദപുസ്തകത്തിലൊരു പൊടിക്കൽ ക്ഷണമുണ്ട്, അത് മുടിയനായ പുത്രൻ, നഷ്ടപ്പെട്ടു പോയ മകനെന്ന് പറയും. അവനെല്ലാം പിതാവിൽ നിന്ന് സ്വത്തെല്ലാം താൻ കൊണ്ടുപോയി അപ്പനോട് ഷെയർ ചോദിക്കുകയാണ്. രണ്ടാം മക്കളാണ്, ഷെയർ ചോദിച്ച് ആ യഹൂദൻ്റെ നിയമപ്രകാരം ചോദിക്കാൻ പാടില്ല, അപ്പൻ അവർക്ക് മെച്ചറാകുമ്പോൾ അവർ കൊടുക്കുകയാണ്. ഇവൻ ഇതെല്ലാം ശേഖരിച്ച് ദൂരസ്ഥലത്ത് പോയി താൻ നാനാവിധമാക്കി എല്ലാം കഴിഞ്ഞ് താനൊരു പന്നിയുടെ വളർത്ത് നടത്തി ചെല്ലുമ്പോൾ അതിന് കൊടുക്കുന്ന വാളവർ പോലും തനിക്ക് ആഗ്രഹിച്ചിട്ട് ആരും തനിക്ക് കൊടുത്തില്ലെന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ താനൊരു കാര്യം പറയുന്നുണ്ട്, തനിക്ക് പെട്ടെന്ന് താൻ കെയിം ടു ഹിസ് മൈൻഡ്, അതായത് താൻ ആ ബോധം മനസ്സിലേക്ക് വന്നു, അവന് സുബോധം വന്നിട്ടെന്നാണ് പറയുന്നത്. അവൻ പറയുന്നൊരു ഭാഗമുണ്ട്, സ്വർഗത്തോട് നിന്നോട് ഞാൻ പാപം ചെയ്തു, ഐ എം നോ ലോങ്ങർ ടു ബി കോൾഡ് യുവർ സൺ, ഐ ഹാവ് സിൻഡ് അഗെയിൻസ്റ്റ് ബോത്ത് ഹെവൻ ആൻഡ് യു. നിന്നോടും, അപ്പനോട് പറയുക, ദൂരെ നിന്ന സ്ഥലത്ത് നിന്നാണ്, അപ്പനോടും സ്വർഗത്തോടും. താൻ നെവർ ബി റിമെയിൻഡ് ഓവർ ദാറ്റ് പ്ലേസ്, ബട്ട് ഹി കണ്ടിന്യൂഡ്, ഹി ടുക്ക് എ സ്റ്റെപ്പ് ഫോർവേഡ്. താൻ പിന്നെയും തൻ്റെ കാഴ്ചയോട് താൻ മുമ്പോട്ട് വെച്ചു. കാരണം എന്താണെന്നറിയോ, തൻ്റെ ആ ലക്ഷ്യത്തിലേക്ക് താൻ പോകാൻ വേണ്ടി.
അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആ ചോദ്യങ്ങൾക്ക് ഈ ചെറിയ സന്ദേശം ഞാനിവിടെ നിർത്തുകയാണ്. ഏത് കാര്യങ്ങളിലും നാം ചോദിക്കുന്ന പുറത്തുനിന്നുള്ള ചോദ്യങ്ങളല്ല, നമ്മൾ പറഞ്ഞില്ല, ചില ചോദ്യങ്ങൾക്ക് നാം മറുപടി പറയേണ്ടിയിരിക്കുന്ന, മൗനമായിരിക്കാനും കുതിര. ഭാര്യ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഭർത്താവ് മറുപടി പറയണം, ഭർത്താവ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കുഞ്ഞുങ്ങൾ മറുപടി പറയണം, മക്കൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പേരൻസ് മറുപടി പറഞ്ഞു. ഒഴിഞ്ഞു മാറാനൊക്കെ നീ അതൊന്നും അറിയണ്ട, അങ്ങനെ ചോദിക്കലെന്ന് പറയാനൊക്കത്തില്ല. അവിടെ പെൻഡിങ് വരുമ്പോൾ ആ ചോദ്യം റിമെയിൻ ചെയ്യപ്പെടുകയാണ്. അവിടെ ശേഷിക്കപ്പെടുമ്പോൾ നാം ആൻസർ പറയാൻ ബാധ്യസ്ഥരായിരിക്കും. ഒരു ചെറിയ സന്ദേശം നടന്നു. നമ്മുടെ ഏത് കാര്യങ്ങളും പഴയത് നമ്മളെ ഓർമ്മിപ്പിക്കും, ദുഃഖകരമായ വേദനിപ്പിക്കുന്ന കാര്യങ്ങളോട് നോ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് കുതിച്ചു അതിനെല്ലാം വ്യക്തമായ മറുപടി പറയണം. വേറൊരാൾ പറഞ്ഞ് സാമ്പത്തികമായി തകർന്ന ആളാണല്ലേ, നീ പിന്നെയും ബിസിനസ് തുടങ്ങാൻ പോകണം. യെസ്, ഞാൻ പിന്നെയും തുടങ്ങാൻ പോവുകയാണ്, എനിക്ക് ഇനിയും വിജയിക്കാൻ കഴിയും. നിങ്ങൾ ശരീരമായി തകർന്നൊരു വ്യക്തിയല്ല, നിങ്ങൾക്ക് ഇനി അങ്ങനെ ഒരു ബോഡി ബിൽഡിങ്ങിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വർക്കൗട്ടിന് പറ്റും, എനിക്ക് പറ്റും. നിങ്ങൾ പരാജിതനായതല്ലേ ആ വിഷയത്തിൽ, നിങ്ങൾക്ക് ഇനിയും നിങ്ങൾ ഡിവോഴ്സ് ആയതല്ലേ, നിങ്ങൾ ഇനിയും ഒരു കുടുംബം ചെയ്യുന്നു, യെസ് കഴിയും. അങ്ങനെ നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകും. ചോദ്യങ്ങൾക്ക്, പുറത്തുനിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും മറ്റു ചോദ്യങ്ങൾക്കും നാം മറുപടി പറയേണ്ടത്. ഞാനിപ്പോൾ ഒരു ദൈവത്തിൻ്റെ ദാസനാണ്, ശിഷ്യുവാണ്. എന്നോട് ചോദിക്കുന്ന സഭാമകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞേക്കത്തുള്ളൂ. ലോകം ചോദിക്കും, അതിനെല്ലാം വ്യക്തമായ മറുപടി ചോദ്യങ്ങളുണ്ടെങ്കിൽ എനിക്കതിന് മറുപടി കൊടുത്തേക്കത്തുള്ളൂ. ഇത് വീണ്ടും നിങ്ങൾ കേൾക്കുക. ജയിച്ച് മുന്നേറാനുള്ളൊരു താക്കോലാണ് ഞാൻ നിങ്ങളോട് പറയും. അവിടെ കടക്കല്ല, അവിടെ പരാജിതപ്പെട്ട് കിടക്കരുത്. നല്ല തീരുമാനം എടുത്ത് മൂവ് ചെയ്തു. ഏത് പ്രശ്നത്തോടും പറയണം, ബായ്, നീ കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ അവസ്ഥ ഇതായിരുന്നു, യെസ് ഞാനത് മനസ്സിലാക്കുന്നു, എന്നോട് സംസാരിക്കും, ഞാൻ മുന്നേറുകയാണ്. ഈ ഒരു തീരുമാനം ആർക്കും ഒരു ശക്തിക്കും നിങ്ങളെ തടയാൻ കഴിയത്തില്ല. ഇനിയും ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ദൈവം അനുഗ്രഹിക്കട്ടെ.